പെരുമ്പാവൂർ അശമന്നൂർ പഞ്ചായത്തിലെ സ്വകാര്യ കിണറുകളിൽ മലിനജലം ഉറവയായി എത്തുന്നത് നാട്ടുകാരെ കടുത്ത ഭീതിയിലാഴ്ത്തുന്നു. നിറം മാറി അസഹ്യമായ ദുർഗന്ധത്തോടെ കാണപ്പെടുന്ന ഈ വെള്ളം കുടിക്കാനോ കുളിക്കാനോ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പ്രദേശവാസികളുടെ ദിനംപ്രതിയുള്ള ജീവിതത്തെ സാരമായി ബാധിച്ച ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പെരുമ്പാവൂർ അശമന്നൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ കാര്യപ്ര വീട്ടിൽ മേരി ഔസേപ്പിന്റെ കിണറിലാണ് മലിനജലം വ്യാപകമായി കലർന്നതായി കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഇവർ പഞ്ചായത്ത് അധികൃതർക്കും പോലീസിലും പരാതി നൽകി. എന്നാൽ അധികൃതർക്ക് പരാതി നൽകിയതിനു ശേഷവും കിണറിലേക്ക് ഒഴുകിയെത്തുന്ന മലിനജലത്തിന്റെ അളവ് കൂടിയതായാണ് കുടുംബം ആരോപിക്കുന്നത്. ഇത് അശമന്നൂർ പഞ്ചായത്ത് 6-ാം വാർഡിൽപ്പെട്ട സ്ഥലമാണ്. ഇത് ഞങ്ങളിവിടെ 40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന. ഈ 40 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതുപോലെ വെള്ളം കയറുന്നത്. 3-4 ദിവസം മുന്നേ എന്റെ വീട്ടിലെ ഈ കിണറ്റിൽ ഇതുപോലെ മലിനജലം വന്നിട്ട് നമ്മൾ ഇന്നലെ പഞ്ചായത്ത് കൊണ്ട് പരാതി കൊടുത്താണ്. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ മാതിരി വെള്ളം വന്നത്. ഇതിപ്പോൾ ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്. നാട്ടുകാരെ എല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കിണറിനോട് ചേർന്നൊഴുകുന്ന തോട്ടിലൂടെ നിലവിൽ കറുത്ത നിറത്തിലാണ് വെള്ളം ഒഴുകുന്നത്. സമീപ വാർഡുകളിലെ ഏതെങ്കിലും സ്വകാര്യ കമ്പനികളിൽ നിന്ന് തള്ളുന്ന രാസമാലിന്യമാണോ ഇതെന്നും നാട്ടുകാർക്ക് സംശയമുണ്ട്. ഈ ഒഴുകി വന്ന ഒരു കക്കൂസ് മാലിന്യം മുതൽ എല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ നേരത്തെ അതിൽ കുളിച്ചോണ്ടിരുന്ന ഒരു രക്ഷയിലുണ്ടായേക്കുക. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് ചെയ്യാതെ പറ്റില്ല. ഞങ്ങളുടെയൊക്കെ ഇത്തിരി അകലമുള്ള കിണറാ. ഞങ്ങളുടെ കുടി ഇത്തിരി അകലമുണ്ട് ഈ കിണർ തോടുമായിട്ട്. അതിന് വെള്ളം കലങ്ങി കിടക്കുക, കുടിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രദേശത്ത് പലവിധ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ മാരകമായ രാസമാലിന്യങ്ങളും രോഗാണുക്കളും അടങ്ങിയ ജലം ഉപയോഗിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയുമുണ്ട്. മലിനജലം ഒഴുകിവരുന്ന സ്രോതസ് അടിയന്തരമായി കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾക്ക് ശുദ്ധജലം ഉറപ്പാക്കാൻ പഞ്ചായത്ത് ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ജനം, കൊച്ചി.